ഹായ് ഓൾ. അപ്പൊ നമ്മളിന്ന് ഇവിടെ ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്, ലോസ് ഓഫ് മോഷൻ. അപ്പൊ നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സുകൾ, അതായത് 1 ഡയമെൻഷണൽ മോഷൻ, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, മോഷൻ ഇൻ എ പ്ലെയിൻ എന്നിങ്ങനെയുള്ള ചാപ്റ്ററൊക്കെ പഠിച്ചു. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് ഈ മോഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് നല്ല ഫെമിലിയറാണ്. അവിടെയെല്ലാം ഈ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ടേമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വെലോസിറ്റി ടേം വെച്ചിട്ട് നമ്മൾ ആ മോഷൻ എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ അവിടെ ഒന്നും നമ്മൾ ഈ മോഷന്റെ അൾട്ടിമേറ്റ് കോസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പരിഗണിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്താണ് അൾട്ടിമേറ്റ് ആയിട്ട് മോഷന്റെ കാരണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ ഒരു വെലോസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനകത്ത് ആ വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നില്ല എന്ന് പറയുമ്പം നമുക്കറിയാം അതൊരു യൂണിഫോം മോഷൻ ആണ്. അപ്പൊ നമ്മൾ അവിടെയെല്ലാം യൂണിഫോം മോഷനെ പറ്റി എല്ലാം ചർച്ച ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു പുതിയ ടേം ആഡ് ചെയ്തു, ആക്സലറേഷൻ. ഹോപ്പ് യു റിമെമ്പർ. കാരണം നമ്മൾ അവിടെ v = u + at എന്നൊരു ഇക്വേഷൻ എഴുതിയിരുന്നു അല്ലെ. അപ്പൊ അവിടെ ഈ a എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ആക്സലറേഷൻ. അപ്പൊ ഈ ആക്സലറേഷൻ എന്ന് പറയുന്ന ഒരു കേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. കാരണം വെലോസിറ്റി നമ്മൾ അവിടെ തന്നെ പഠിച്ചൊരു ഇക്വേഷൻ ആണ് ആക്സലറേഷൻ = v - u/t. ഇവിടെ വെലോസിറ്റി മാറുന്നില്ല എങ്കിൽ വിയും യു സെയിം ആണെങ്കിൽ നമുക്കറിയാം ഇതിന്റെ ഉത്തരം എന്താണ്, 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആ മോഷനെ നമ്മൾ വിളിച്ച പേരാണ് ഇത് യൂണിഫോം മോഷൻ അല്ലെ. അപ്പൊ ഇത്തരം മോഷൻസിൽ നമ്മൾ എന്ത് പറയേണ്ട കാര്യമില്ല, അതിന്റെ കോസ് പറയേണ്ട കാര്യമില്ല. അങ്ങനെയെങ്കിൽ ആക്സലറേഷൻ ഉള്ള മോഷൻസിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ കോസ് പറയണം, കാരണം പറയണം, എന്തുകൊണ്ടാണ് അങ്ങനെ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് കാരണം നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഫിസിക്സിൽ 2 കൺസെപ്റ്റുകളുണ്ട്. ഒന്ന് കൈനമാറ്റിക്സ് ആണ്, രണ്ടാമത്തത് ഡൈനാമിക്സ് ആണ്. അപ്പൊ ഈ രണ്ടും ഒരു കൺസെപ്റ്റ് തന്നെയാണ്. കാരണം മോഷനിലുള്ള വസ്തുക്കളെ പറ്റി പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചുകളാണ് ഇത് രണ്ടും. പക്ഷെ ഒന്നില് വിത്തൗട്ട് കൺസിഡറിങ് ദ കോസ് ആണ്, വിത്തൗട്ട് കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾ എന്താണ്, ഒരു മോഷന്റെ അടിസ്ഥാന കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പറയാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മളൊന്നും സംസാരിക്കാതെയാണ് കൈനമാറ്റിക്സിലെ കാര്യങ്ങളെല്ലാം പറയുന്നതെങ്കിൽ ഡൈനാമിക്സിൽ വരുമ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം, അതിന്റെ കോസ് എന്താണ് അവിടെ എടുത്ത് കാണിക്കണം. ബൈ കൺസിഡറിങ് ദി കോസ് എന്ന് നമ്മൾ പറയണം. അപ്പൊ കോസ്, ഒരു കാരണം പറഞ്ഞുകൊണ്ട് ആ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. കാരണം പറയാതെ ആ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് കൈനമാറ്റിക്സ് ആയിട്ടും വരും. അപ്പൊ കൈനമാറ്റിക് ഇക്വേഷൻസ് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ് ഈ കാണുന്ന ഇക്വേഷൻസ് എല്ലാം. അപ്പൊ അവിടെ നമ്മൾ ആക്സലറേഷൻ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കോസ് നമ്മൾ പറയണം, വരുന്നില്ലെങ്കിൽ കോസ് പറയേണ്ട കാര്യവുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ 1 ഡയമെൻഷണൽ മോഷൻ അഥവാ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഈ ലോസ് ഓഫ് മോഷനിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫിസിക്സിനകത്ത് മോഷൻസിനെ ഗവേൺ ചെയ്യുന്ന ഒരു ഫിസിക്കൽ ഫാക്ടർ ഉണ്ട്, അതിന്റെ പേരാണ് ഫോഴ്സ്. അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കോസ്, ആ കോസിനെ പറ്റിയിട്ട് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അപ്പൊ എന്തൊക്കെയാണ് അതിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഉപയോഗിക്കുന്നത് ന്യൂട്ടന്റെ കുറച്ച് ഒബ്സർവേഷൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ടോപ്പിക്കിന്റെ പേര് തന്നെ ലോസ് ഓഫ് മോഷൻ എന്നാക്കി മാറ്റിയത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇതിനകത്ത് പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. എന്താണ് ഈ ലോ പറയുന്നത്? യൂണിവേഴ്സിലുള്ള ഏതൊരു ഒബ്ജക്റ്റും അതിന്റെ ഒരു സ്റ്റേറ്റസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ റെസ്റ്റ് അല്ലെങ്കിൽ മോഷൻ, ഈ 2 സ്റ്റേറ്റസ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പം റെസ്റ്റിലുള്ള ബോഡി എല്ലായ്പ്പോഴും റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ മോഷനിലുള്ള ഒരു ബോഡി എല്ലായ്പ്പോഴും മോഷനിലായിരിക്കും. ഏതുവരെ എന്ന് ചോദിക്കുമ്പം അതിന്റെ ഉത്തരമാണ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നവരെ. ഇപ്പം റെസ്റ്റിലിരിക്കുന്ന ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കാൻ ഒരു ഫോഴ്സ് നമ്മൾ കൊടുത്താൽ അയാൾ മോഷനിലേക്ക് വരും.
മോഷനുള്ള ബോഡിയെ നമ്മൾ എന്താണ് റെസ്റ്റിലേക്ക് വരാൻ ഒരു ഫോഴ്സ് കൊടുത്ത് റെസ്റ്റിലേക്കും വരും. ചുരുക്കി പറഞ്ഞാല് മോഷനും റെസ്റ്റും റിലേറ്റീവ് ആണെങ്കിൽ ഇതിന് ഈ രണ്ട് സ്റ്റേറ്റും നമുക്ക് മാറ്റണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് കൊടുത്തിരിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾക്ക് ഒരു പിക്ചർ ഉണ്ടാക്കി തന്ന ലോ ആണ് ഈ കാണിച്ചിരിക്കുന്ന ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ആ ലോ നമുക്ക് മറ്റൊരു പേരിലും അറിയപ്പെടാറുണ്ട്, ലോ ഓഫ് ഇനേർഷ്യ എന്നും നമ്മൾ അറിയപ്പെടാറുണ്ട്. ഓക്കെ, ലോ ഓഫ് ഇനേർഷ്യ, ലോ ഓഫ് ഇനേർഷ്യ എന്നും അറിയപ്പെടാറുണ്ട്. അപ്പൊ എന്താണ് ഇനേർഷ്യ എന്ന് നമുക്കുള്ളതൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇവിടെ. അപ്പം ലോ ഓഫ് ഇനേർഷ്യ ആക്ച്വലി അത് ന്യൂട്ടന്റെ ഒരു ലോയുടെ പേരല്ല, ഗലീലിയോയുടെ എന്താണ് ഒരു ലോയാണ് ശരിക്ക്. പക്ഷെ നമ്മുടെ ന്യൂട്ടൻ പറയുന്ന കാര്യങ്ങള് ഏകദേശം അതിൽ പറയുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു റിസംബ്ലൻസ് എന്ന കണക്കിലാണ് നമ്മൾ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയെ നമ്മൾ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പം ഇനേർഷ്യ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല്, ഇപ്പൊ ഒരു ബോഡിയെ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തു. ഓക്കെ, ഒരു ബോഡിക്ക് നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാല്, ഇതാണ് നമുക്ക് എം മാസ് ഉള്ള ബോഡി, ഇതിന്റെ മേലെ നമ്മളൊരു ഫോഴ്സ് കൊടുത്തു. ആ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ബോഡിക്ക് ഒരു ആക്സലറേഷൻ വരും, എന്ന് പറഞ്ഞാൽ അതിനൊരു മോഷൻ ഉണ്ടാകും. ഇനി നമ്മള് വളരെ വലിയൊരു ബോഡിക്ക് നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്തു, അവിടെ ആക്സലറേഷൻ 0 കരുതുക. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഫോഴ്സ് കിട്ടിയിട്ടും ഈ ബോഡി മൂവ് ചെയ്തിട്ടില്ല. ഫോഴ്സ് കിട്ടിയപ്പം ഈ ബോഡി എന്ത് ചെയ്യാൻ തുടങ്ങി? മൂവ് ചെയ്യാനും തുടങ്ങി. അപ്പൊ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ ഫോഴ്സ് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആണെന്ന് വിളിക്കുക. പുറമേ നിന്നും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആണ് ഇത് എക്സ്റ്റേണൽ ഫോഴ്സ്. നമുക്കത് ഇങ്ങനെ അസ്യൂം ചെയ്യാം, ഇതാണ് നമ്മുടെ ബ്ലോക്ക് എങ്കിൽ ഈ ബ്ലോക്കിനെ ഒരാൾ എന്ത് ചെയ്യുന്നു? പിടിച്ചു തള്ളുന്നു. ഓക്കെ, എന്നങ്ങോട്ട് അസ്യൂം ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. ഈ തള്ളുന്ന സമയത്ത് നമുക്കറിയാം ആ കാണുന്ന പുഷാണ് നമ്മൾ പറയുന്ന അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഫോഴ്സ് റിസീവ് ചെയ്യുന്ന മാസിന് അതിന് മോഷനിലേക്ക് എത്താൻ തക്ക വിധം കേപ്പബിൾ ആണെങ്കിൽ അയാൾ മൂവ് ചെയ്യും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അയാൾ റെസ്റ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തുടരുകയും ചെയ്യും. ഇനിയിപ്പം ഇവിടുന്ന് നമ്മൾ മറ്റൊരു കേസ് എടുക്കുക. ഇവിടെ ഒരു ബോഡി ഉണ്ട്, ആ ബോഡിയെ ഒരാള് സം ഫോഴ്സ് ഉപയോഗിച്ച് ഇങ്ങോട്ട് തള്ളിപ്പിടിച്ചു, അതേ ബോഡിയെ വേറൊരാള് സം ഫോഴ്സ് ഉപയോഗിച്ച് ഇങ്ങോട്ട് തള്ളിപ്പിടിച്ചു. ഓക്കെ, ഇപ്പൊ എന്താ സംഭവം? ഇവിടുന്ന് ഇയാൾ ഇങ്ങോട്ട് തള്ളിപ്പിടിക്കുന്നതും ഇയാൾ ഇങ്ങോട്ട് തള്ളിപ്പിടിക്കുന്നതും ഒരേ എമൗണ്ട് ഓഫ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ അപ്പോഴും എന്താണ്? ബോഡിക്ക് റെസ്റ്റ് തന്നെയായിരിക്കും അവസ്ഥ. എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ മാറണമെങ്കിൽ ഫോഴ്സ് കൊടുക്കണം എന്ന് പറഞ്ഞത് പോലെ തന്നെ മോഷൻ എന്ന് പറയുന്ന അവസ്ഥ മാറണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഫോഴ്സ് കൊടുക്കണം. ചുരുക്കി പറഞ്ഞാല് ഒരു ബോഡിയില് നമ്മൾ റെസ്റ്റിലുള്ള ബോഡിയെ മോഷനിലേക്ക് കൊണ്ടുവരാനും മോഷനിലുള്ള ബോഡിയെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? ഒരു ഫോഴ്സ് കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ നിയമത്തിലെ ഫസ്റ്റ് എന്താണ് ക്ലോസ് എന്ന് പറഞ്ഞാൽ, എവറി ബോഡി കണ്ടിന്യൂ ഇൻ ദെയർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ unless or until it is experienced by an unbalanced external force. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ എന്താണ് ന്യൂട്ടന്റെ ലോ പറയുന്നത്. അതായത് എല്ലാ വസ്തുക്കളും ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ റെസ്റ്റിലോ മോഷനിലോ തന്നെ കണ്ടിന്യൂ ചെയ്യും, തുടരും. ഏതുവരെ എന്ന് ചോദിച്ചാല് ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നവരെ. ഇപ്പൊ അൺബാലൻസ്ഡ് എന്ന് പറയുമ്പം ഇവിടെ ഇപ്പം രണ്ടാളുകൾ ഒരു ബാഡിയിൽ ഫോഴ്സ് കൊടുത്തു അല്ലെ, ഫോഴ്സ് കൊടുത്തു, എന്നിട്ട് ഇവിടെ മോഷൻ ഇല്ലെന്നൊരു കുട്ടി ചിന്തിക്കുമ്പം അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കൊടുത്ത ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ്? ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇയാൾ ഇങ്ങോട്ട് തള്ളിയ ഫോഴ്സും ഇയാൾ അങ്ങോട്ട് തള്ളിയ ഫോഴ്സും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ അതൊരു ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അപ്പൊ ഒരു ബാലൻസ്ഡ് ഫോഴ്സിന് ഇവിടെ മോഷൻ ഉണ്ടാക്കാൻ കഴിയത്തില്ല. അതെന്തായിരിക്കണം? അൺബാലൻസ്ഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇയാൾ കൊടുത്ത എമൗണ്ട് 10 ആണെങ്കിൽ ഇയാൾ കൊടുത്ത എമൗണ്ട് 15 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ 5 എന്ന് പറയുന്ന ഒരു 5 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു എമൗണ്ടിന്റെ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു മോഷൻ ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതാണ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ കേസിൽ ഈ ബോഡിക്ക് ഒരു ആക്സലറേഷൻ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ
നിങ്ങൾക്ക് പറഞ്ഞൂടെ ആ കൊടുക്കുന്ന ഫോഴ്സ് നിങ്ങളാണ് കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന ഫോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അതുകൊണ്ടാണ് അവിടെ എന്തുള്ളത്? ആക്സലറേഷൻ ഉള്ളത്. ഇവിടെയും ഉണ്ട് ആക്സലറേഷൻ, എന്നാൽ ഇവിടെ ആക്സലറേഷൻ ഇല്ല. അതിന്റെ അർത്ഥം എന്താ? ഈ കാണുന്ന ബോഡിയിൽ നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ ഫോഴ്സ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനെ മോഷനിലേക്ക് കൊണ്ടുവരാൻ തക്കവിധം വലിപ്പമുള്ള ഒരു ഫോഴ്സ് അല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. അതുകൊണ്ട് മോഷനിലുള്ള ഒരു ബോഡിയെ റെസ്റ്റിലേക്ക് കൊണ്ടുവരണമെങ്കിലും കൊടുക്കേണ്ട ഫോഴ്സ് എന്തായിരിക്കണം? അൺബാലൻസ്ഡ് ആയിരിക്കണം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പം ഈ ബോഡിയെ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ആക്സലറേഷനിൽ മുന്നോട്ട് പോവുകയാണെന്ന് കരുതുക. എനിക്ക് ഇതിനെ സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം? സെയിം ഫോഴ്സ് എങ്ങോട്ട് കൊടുത്താൽ മതി? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്താൽ മതി. ആസ് മിനിമം അല്ലെ? അപ്പൊ അതുകൊണ്ട് അത് എന്തായിട്ട് മാറും? ബാലൻസ്ഡ് ആയിട്ട് മാറി. ഇപ്പം എന്തില്ല? ആക്സലറേഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ബോഡി അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലോ മോഷനിലോ കണ്ടിന്യൂ ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യും. ഏതുവരെ? ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നവരെ എന്നാണ് ആര് പറയുന്നത്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് ലോയിൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഇനേർഷ്യക്ക് എന്താണ്, അല്ലെങ്കിൽ ഇനേർഷ്യ എന്താന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് കുട്ടിയുടെ മനസ്സിലുണ്ടാകും. അപ്പൊ ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാല് ഒരു ബോഡിക്ക് അയാളുടെ സ്റ്റേറ്റസ് സെൽഫായിട്ട് മാറ്റാനുള്ള കഴിവ് ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കൊരു മോഷൻ ഉണ്ടെങ്കിൽ ആ മോഷനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് സ്വന്തം ഒറ്റയ്ക്ക് കഴിയത്തില്ല. ഇപ്പൊ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഞാൻ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം അവിടെ ഗ്രൗണ്ടിൽ എനിക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട ഒരു ഫോഴ്സ് കൊടുത്താൽ അതിന്റെ റിയാക്ഷൻ ആയിട്ടൊരു ഫോഴ്സ് കിട്ടിയാലേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു സ്ലിപ്പറി ആയിട്ടുള്ള ഒരു സർഫസിൽ നമ്മൾ വഴുതി വീഴുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ കാരണം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഈക്വലന്റ് ആയിട്ടുള്ള എന്ത് കിട്ടുന്നില്ല? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് റിയാക്ഷൻ ആയിട്ട് കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എന്റെ റെസ്റ്റ് സ്റ്റേജ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെൽഫായിട്ട് മോഷനിലേക്ക് എത്തിക്കാൻ പറ്റില്ല. നമ്മൾ സെൽഫ് എന്ന് പറഞ്ഞ ചില കുട്ടികൾ അങ്ങനെ ചിന്തിക്കും, നടക്കാൻ പോകുന്നു, ഞാൻ എന്റെ ഇഷ്ടപ്രകാരമല്ലേ. ശരിയാണ്, നിങ്ങൾ ഇഷ്ടപ്രകാരം നടക്കാൻ പോണത്. പക്ഷേ നടക്കണമെങ്കിൽ നിങ്ങൾ ഗ്രൗണ്ടിൽ ഫോഴ്സ് കൊടുക്കണം. വേണ്ടേ? ആ കൊടുക്കുന്ന ഫോഴ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് റിയാക്ഷൻ ആയിട്ട് കിട്ടിയാൽ മാത്രമല്ലേ നിങ്ങൾ നീങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സിന് വേണ്ടത്ര റിയാക്ഷൻ നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ വേണ്ടത്ര സപ്പോർട്ട് നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ നടക്കുക, നമ്മൾ ഓടുക എന്നൊക്കെ പറയുന്നത് ഒരു ഇന്റേണൽ ഫാക്ട് അല്ല, ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സപ്പോർട്ടോട് കൂടി മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ അവസ്ഥ സ്റ്റേറ്റസ് എന്ന് പറയും. ആ സ്റ്റേറ്റസ് നമുക്ക് സ്വയം മാറ്റാനുള്ള കഴിവില്ലായ്മയെ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ. അതായത് ഇൻഎബിലിറ്റി ടു ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓർ സ്റ്റേറ്റസ് ഓഫ് ബോഡി. ഡയറക്ഷൻ മാറ്റാനും, നമുക്കിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇടത്തോട്ട് തിരിയണം, അവിടെയും എനിക്ക് എന്ത് ചെയ്യണം? ഗ്രൗണ്ടിൽ ഫോഴ്സ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം? തിരിയണം. അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിയാൻ സാധിക്കത്തില്ല. എന്ന് പറയുമ്പം എന്റെ ഡയറക്ഷൻ മാറ്റാൻ, റെസ്റ്റ് എന്ന അവസ്ഥ മോഷനാക്കാൻ, മോഷനുള്ള അവസ്ഥ റെസ്റ്റ് ആക്കാൻ, ഇതിനൊന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സെൽഫായിട്ട് കഴിയത്തില്ല. ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടോട് കൂടി മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദ ഇൻഎബിലിറ്റി ഓഫ് ദ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റസ് ഓഫ് മോഷൻ ഓർ റെസ്റ്റ് ബൈ ഇറ്റ്സെൽഫ് is known as inertia. സ്വയം തന്റെ അവസ്ഥ മാറ്റാനുള്ള കഴിവില്ലായ്മയുടെ പേരാണ് ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ ഇത് നടക്കത്തില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഇനേർഷ്യ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അത് ഏകദേശം ബോഡിയുടെ എന്തിന് പ്രപ്പോർഷനാണ്? മാസിന് പ്രപ്പോർഷനാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു ബസ്സിനെയും ഒരു കാറിനെയും നമ്മൾ അസ്യൂം ചെയ്തു, രണ്ടുപേരും റെസ്റ്റിലാണെന്ന് അങ്ങ് വിചാരിക്കുക. അപ്പം രണ്ടുപേരും റെസ്റ്റിലാണെങ്കിൽ ഇപ്പൊ ഈ കാറിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഈ റെസ്റ്റിലിരിക്കുന്ന കാറിനെ ഞാൻ ഇവിടെ കിടന്നിട്ട് ഒരു ഫോഴ്സ് കൊടുത്ത് തള്ളുന്നു എന്ന് കരുതുക. ഈ കാറ് എന്ത് ചെയ്യും? മോഷനിലേക്ക് വന്നുവെങ്കിൽ അതേ ഞാൻ ഇവിടെ എന്തുണ്ട്? ഒരു ബസ് ഉണ്ടെന്ന് കരുതുക. ആ ബസ്സിനെ എന്ത് ചെയ്യുന്നു? സെയിം ഫോഴ്സ് കൊടുത്തിട്ട് തള്ളാൻ ശ്രമിച്ചു, ബസ് അനങ്ങത്തില്ല.
അപ്പം ബസ് അനങ്ങത്തില്ല എന്ന് പറഞ്ഞാല് ഈ ബസ്സിന് ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാല് നമ്മൾ നാച്ചുറലായിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ബസ് എന്ന് പറയുന്നത് ഒരു ഹെവി അല്ലെ ഒബ്ജക്റ്റ് പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക ദാൻ കാർ. അപ്പം മാസ് കൂടിയ വസ്തുവിന് എന്താണ് മോഷൻ വരണമെങ്കിൽ നമ്മൾ ഫോഴ്സ് എന്ത് ചെയ്യണം? കൂട്ടണം. മാസ് കുറഞ്ഞ വസ്തുവിന് ഫോഴ്സ് അത്ര വലുത് കൊടുക്കണ്ട. എന്ന് പറഞ്ഞാല് മാസിനനുസരിച്ചാണ് ഇനേർഷ്യ എന്ന് പറയുക. കാരണം ഈ ബസ് നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ടും മോഷനിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അതല്ലേ ഇനേർഷ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടുപേരും ഇനി മോഷനിലേക്ക് വന്നു, രണ്ടുപേരെയും ഞാൻ ഒരേ ഫോഴ്സ് കൊടുത്തിട്ട് പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. അതിന് കാറ് വേഗം നിന്നു, ബസ് അപ്പോഴും നിൽക്കാൻ തയ്യാറല്ല എങ്കിൽ അതും ഒരു ഇനേർഷ്യ തന്നെയാണ്. അപ്പൊ റസ്റ്റിൽ തന്നെ തുടരുമ്പം റസ്റ്റ് ഇനേർഷ്യ എന്ന് വിളിച്ചാൽ മതി, മോഷനിൽ തന്നെ തുടരുമ്പം മോഷൻ ഇനേർഷ്യ എന്ന് വിളിച്ചാൽ മാത്രം മതി. ഇത്രേ വ്യത്യാസമുള്ളൂ അവർ തമ്മിൽ. അപ്പം റസ്റ്റിൽ തന്നെ ആയിരിക്കുക എന്ന് പറയുന്നത് റസ്റ്റ് ഇനേർഷ്യയും, മോഷനിലാണെങ്കിൽ അതിൽ തന്നെ തുടരാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് മോഷൻ ഇനേർഷ്യയുമാണ്. അപ്പം നമ്മള് ഈ രണ്ട് ഇനേർഷ്യകളും ബോഡിയുടെ എന്തിന് പ്രപ്പോർഷനിലാണ്? മാസിന് പ്രപ്പോർഷനിലാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള സൗകര്യത്തിന് നിങ്ങൾ ചിലപ്പം ചില ബുക്കുകളിലൊക്കെ വായിച്ചൊരു കാര്യമായിരിക്കും, നമ്മളെ ഒരു ആന കുത്താൻ വന്നു, ഈ ആനയിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് ഓടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എന്താണ് ലക്ഷ്യം. പക്ഷെ ആ ഓട്ടം എങ്ങനെയായിരിക്കണം? ഒരു സിഗ്സാഗ് അല്ലെ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കാണുന്നത് വളഞ്ഞു പൊളഞ്ഞു ഓടുക എന്ന് പറഞ്ഞ പോലെ ഒരു ഓട്ടം നമ്മൾ ഓട്ടിയാൽ ആനയ്ക്ക് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പിടിക്കാൻ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ട് അവിടെ അങ്ങനെ ആനയ്ക്ക് പിടിക്കാൻ പറ്റാത്ത ചോദിച്ചാല് നമ്മൾ ഓടുന്ന പോലെ തന്നെ ഓടാൻ ആരും ശ്രമിക്കും, ആനയും ഓടാൻ ശ്രമിക്കും. പക്ഷെ ആനയ്ക്ക് മാസ് കൂടിയത് കൊണ്ട് ഒരു ഡയറക്ഷനിലുള്ള മോഷൻ പെട്ടെന്ന് വേറൊരു ഡയറക്ഷനിലേക്ക് ആക്കാൻ ആനയ്ക്ക് സാധിക്കില്ല. പക്ഷെ നമുക്ക് സാധിക്കും, കാരണം നമുക്ക് ആനയുടെ അത്ര മാസ് ഇല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ മാസ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ മോഷന്റെ ഡയറക്ഷൻ മാറ്റാൻ നമുക്ക് എളുപ്പം സാധിക്കുന്നുണ്ട്, ആനയ്ക്ക് സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ എന്താണ് വ്യത്യാസം? ഡയറക്ഷൻ ഇനേർഷ്യയാണ്. കാരണം ഓടുന്നത് ഒരു ഡയറക്ഷൻ ആണെങ്കിൽ ആ ഡയറക്ഷൻ മാറ്റാനും കഴിയാതിരിക്കുന്നതിന്റെ അൾട്ടിമേറ്റ് റീസൺ മാസ് തന്നെയാണ്. അതുകൊണ്ട് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമുക്ക് മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് റസ്റ്റ് ഇനേർഷ്യയാണ്. റസ്റ്റ് ഇനേർഷ്യ. അപ്പൊ റസ്റ്റ് ഇനേർഷ്യ നിങ്ങളുടെ ബോർഡ് എക്സാമിന് അവർ ചോദിക്കും വാട്ട് ഈസ് മീൻ ബൈ റസ്റ്റ് ഇനേർഷ്യ. അപ്പൊ നിങ്ങൾ എന്ത് പറയണം ഉത്തരം? ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കണ്ടിന്യൂ ഇൻ ദി സ്റ്റേറ്റസ് ഓഫ് റസ്റ്റ് ഈവൻ ആഫ്റ്റർ ദി അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും റസ്റ്റിൽ തന്നെ തുടരാൻ അയാൾ കാണിക്കുന്ന ഒരു ടെൻഡൻസിയുടെ പേരാണ് എന്ത്? റസ്റ്റ് ഇനേർഷ്യ. ഓക്കെ, സോ എബിലിറ്റി എന്തിനുള്ള എബിലിറ്റിയാണ്? എബിലിറ്റി ടു കണ്ടിന്യൂ. എന്തിന്? കണ്ടിന്യൂ ചെയ്യാൻ. എന്ത് കണ്ടിന്യൂ ചെയ്യാൻ? ദി സ്റ്റേറ്റസ് ഓഫ് റസ്റ്റ്. സ്റ്റേറ്റസ് ഓഫ് റസ്റ്റ് വളരെ ചുരുക്കിയിട്ട് ഞാൻ ഇങ്ങനെ പറയാം. അതായത് റസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റസ് തുടരാനുള്ള എബിലിറ്റി എന്ന് വേണേൽ നമുക്ക് പറയാം. കണ്ടിന്യൂ ദ സ്റ്റേറ്റസ് ഓഫ് റസ്റ്റ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത്? റസ്റ്റ് ഇനേർഷ്യ എങ്കിൽ എന്താണ്? ഇനി മോഷൻ ഇനേർഷ്യ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറഞ്ഞൂടെ? എന്താണ് മോഷൻ ഇനേർഷ്യ? അവിടെ എന്ത് എബിലിറ്റിയാണ്? എബിലിറ്റി ടു കണ്ടിന്യൂ ദി മോഷൻ. ഓക്കെ, മോഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള സ്റ്റേറ്റസ്. കണ്ടിന്യൂ ദ സ്റ്റേറ്റസ് ഓഫ് എന്താണ്? മോഷൻ. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? മോഷൻ ഇനേർഷ്യ. ആൻഡ് ഫൈനലി ഡയറക്ഷൻ ഇനേർഷ്യ. മൂന്നാമത്തതാണ് ഇത് ഡയറക്ഷൻ ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ആനയുടെ കാര്യത്തില് നമ്മൾ സ്വീകരിച്ചത് എന്താണ്? ഈ ഡയറക്ഷൻ ഇനേർഷ്യയാണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? എബിലിറ്റി ടു കീപ് ദ ഡയറക്ഷൻ ഓഫ് പാത്ത്. ഓക്കെ, കീപ് ദ ഡയറക്ഷൻ ഓഫ് എന്താണ്? മോഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കാണുന്ന എന്താണ് കേസ്? അപ്പൊ നമ്മൾ മോഷന്റെ ഡയറക്ഷൻ എന്താണ് നമുക്ക് മാറ്റാനുള്ള കഴിവ്, അല്ലെങ്കിൽ മാറ്റാതിരിക്കാൻ എബിലിറ്റി ടു എന്താണ്? ചേഞ്ച്. അങ്ങനെ എഴുതാം നമുക്ക്. ചേഞ്ച് ദി
ഡയറക്ഷൻ ഓഫ് മോഷൻ, ഇന്നബിലിറ്റി. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇന്നബിലിറ്റി ആണ് കേട്ടോ. ഇന്നബിലിറ്റി ഒരു അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാല് നമ്മുടെ റെസ്റ്റ് ഇനേർഷ്യ എന്താന്ന് ചോദിച്ചാൽ ഇന്നബിലിറ്റി ടു ചേഞ്ച് ദ സ്റ്റേറ്റസ് ഓഫ് റെസ്റ്റ്. അത് മാറ്റാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിളിന് നിങ്ങളുടെ NCERT ബുക്കിലൊക്കെ അവര് നിങ്ങൾക്ക് തരുന്ന ഒരു ചോദ്യം ഇതാണ്: ഒരു ബസ്സിലിരിക്കുന്ന ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ബസ്, ആ ബസ് പെട്ടെന്ന് നമ്മൾ മുന്നോട്ട് അങ്ങ് എടുത്തു. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ പുറകോട്ട് വീഴുന്നത്? അപ്പൊ ഉത്തരം എന്താ? ബസ് മുന്നോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ മുന്നോട്ടൊരു ഫോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ഫോഴ്സിനനുസരിച്ച് എന്ത് ചെയ്യാൻ തയ്യാറല്ല, മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നോട്ട് വീഴുന്നത്. അപ്പൊ അത് എന്ത് ഇനേർഷ്യ എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? റെസ്റ്റ് ഇനേർഷ്യ. ഓക്കെ, കാരണം നമ്മൾ റെസ്റ്റിൽ തന്നെ തുടരാൻ ശ്രമിച്ചു. എൻറ്റയർ സിസ്റ്റം മോഷനിലേക്ക് വന്നിട്ടും ഞാൻ റെസ്റ്റിൽ തന്നെ തുടരും എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് എന്ത്? റെസ്റ്റ് ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുകയല്ല, നിങ്ങൾ മോഷനിലേക്ക് വരും കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ആ ഒരു മൊമെന്റിൽ നിങ്ങൾ പുറകോട്ട് മറിഞ്ഞു വീഴുന്നത് എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ റെസ്റ്റ് ഇനേർഷ്യ എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു മൂവിങ് ബസ്സിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു, പെട്ടെന്ന് ബസ് അങ്ങ് ബ്രേക്ക് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക? ഇതേ നിങ്ങൾ പുറകോട്ട് വീഴുന്നതിന് പകരം മുന്നോട്ട് വീഴും. അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ അപ്പോഴും ഉത്തരവുണ്ട്. ബസ് റെസ്റ്റിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിലുള്ള ഫോഴ്സ് എന്താക്കി? 0 ആക്കി. പക്ഷെ നിങ്ങൾ അതിന് തയ്യാറല്ല. അപ്പൊ നിങ്ങൾ ആ സ്റ്റേറ്റസ് മോഷൻ ആണല്ലോ, മോഷനിൽ തന്നെ തുടരാൻ ശ്രമിച്ചു. അതിന്റെ പേരാണ് മോഷൻ ഇനേർഷ്യ. ഓക്കെ, ഇനി എന്താ ഡയറക്ഷൻ ഇനേർഷ്യ? നമ്മള് ഇപ്പൊ നേരത്തെ പറഞ്ഞ കഥയുണ്ടല്ലോ, ആന കുത്താൻ വന്നു, നമ്മൾ എന്ത് ചെയ്തു? നമ്മളിപ്പോ ഇങ്ങനെ സിഗ്സാഗ് പാത്തിൽ ഓടി ഒളിച്ചു അല്ലെങ്കിൽ ഓടി നടന്നു എന്ന് പറയുമ്പം ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മളിങ്ങനെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഇങ്ങനെ മാറ്റാൻ ശ്രമിച്ചപ്പം ആനയ്ക്ക് അത് സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പം അത് എന്ത് ഇനേർഷ്യയാണ്? ഡയറക്ഷൻ ഇനേർഷ്യ ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും? കണക്കാക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാല് ഈ ഇനേർഷ്യയുടെ എല്ലാം അൾട്ടിമേറ്റ് കോസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആരായിരിക്കും? മാസ് ആയിരിക്കും. അതുകൊണ്ട് മാസ് കൂടിയ വസ്തുക്കൾക്ക് എന്ത് കൂടുതലായിരിക്കും? ഇനേർഷ്യൽ പ്രോപ്പർട്ടീസ് കൂടുതലായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കും, ഒരേ വെലോസിറ്റിയിൽ പോകുന്ന ഒരു ബസ്സും കാറും ഒരേ ഫോഴ്സ് കൊടുത്താൽ ആരാണ് പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരിക എന്ന് ചോദിച്ചാൽ നമുക്ക് ഇക്വേഷൻസ് ഒന്നും ഇല്ലാണ്ട് വെറും ഇനേർഷ്യയുടെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പറഞ്ഞൂടെ ഇവിടെ ആരായിരിക്കും പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരിക? ബസ്സാണോ കാറാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ കാറായിരിക്കും. കാരണം എന്താ? കാറിന് മാസ് കുറവാണ്, ബസ്സിന് മാസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബസ്സിന്റെ എന്ത് കൂടും? ഇനേർഷ്യൽ പ്രോപ്പർട്ടീസ് കൂടും. ഫലത്തിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ബ്രേക്ക് രണ്ടുപേരും ഒരേപോലെ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം രണ്ടുപേരും ഒരേ ഡിസ്റ്റൻസിൽ വന്നിട്ട് നിൽക്കത്തില്ല. ബസ് കുറച്ചുകൂടി ദൂരം മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യുള്ളൂ? നിൽക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഫോർ ടൈം ബീയിങ് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങളുടെ ബോർഡ് പരീക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇനേർഷ്യ, ടൈപ്സ് ഓഫ് ഇനേർഷ്യ കേട്ടോ. ഈ 3 ടൈപ്പ് ഇനേർഷ്യയെ പറ്റി ചോദിക്കും. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്കറിയാകുന്ന ഭാഷയിൽ നല്ല വൃത്തിയായിട്ട് എഴുതി കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ പറയുന്ന സെന്റൻസുകളുടെ ഒരു കൃത്യത എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തുനിന്ന് തുടങ്ങേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് ആയിട്ട് ഒരു വസ്തുവിന്റെ സ്വന്തമായിട്ട് അയാളുടെ അവസ്ഥ മാറ്റാൻ ഉള്ള കഴിവില്ലായ്മയുടെ പേരാണെന്ത്? ഇനേർഷ്യ. അങ്ങനെ വരുമ്പം ആ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അതിനെ നിങ്ങൾ ഒന്ന് എന്ത് ചെയ്താൽ മതി? നിങ്ങളുടേതായ ഭാഷയിൽ ഒന്ന് പറഞ്ഞ് ഫലിപ്പിച്ചാൽ ദാറ്റ്സ് ദ എൻഡ് ടു ദ 3 ടൈപ്സ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, അപ്പൊ ഇനേർഷ്യ എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വാക്കായതുകൊണ്ട് ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത് എന്ത് തന്നെയാണ്? ഫസ്റ്റ് ലോ തന്നെയാണ്. അപ്പൊ എന്താണ് ഫസ്റ്റ് ലോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് കിടക്കുന്നു. അക്കോർഡിംഗ് ടു ദിസ് ലോ എ സിസ്റ്റം വിൽ റിമെയിൻ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ അൺലെസ് എ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ഇതാണ് എന്ത്? ഇത്. അപ്പൊ ഈ സെന്റൻസുകളെല്ലാം ഐ എം റിമൈൻഡിങ് യു വൺ തിങ്, ഈ സെന്റൻസുകളെല്ലാം നിങ്ങൾ ഫസ്റ്റ് ലോ എന്താന്ന് ചോദിക്കുമ്പം പല റെഫറൻസുകൾ എടുക്കുമ്പോഴൊക്കെ അവിടെയൊക്കെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ അൾട്ടിമേറ്റ് മീനിങ് ഒന്നായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ നിങ്ങൾ പറയേണ്ടത് ആ ലോ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ അർത്ഥം മീനിങ് എന്താണെന്ന് മാത്രം നിങ്ങൾ കൺവേ ചെയ്യിപ്പിച്ചാൽ മതി. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സെന്റൻസ് സ്വാലോ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും നമുക്കിവിടെ ഇല്ല. പക്ഷേ എന്തായിരിക്കണം? അത് ലോ തന്നെ ആയിരിക്കണം. പറഞ്ഞ് വേറെ എന്തെങ്കിലും ആയി പോകരുത്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഇനി ഫസ്റ്റ് ലോ ഓൾസോ ബി സ്റ്റേറ്റഡ് ആസ്,
if the net external force acting on a body is zero, only then the body remains at rest. Hope you understood. കാരണം ഞാൻ നേരത്തെ കാണിച്ചു, രണ്ടുപേര് ഒരേ ഫോഴ്സ് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തള്ളി പിടിച്ചാൽ ആ ബോഡി മോഷനിലേക്ക് വരുമോ? ഇല്ല. അപ്പോഴും ബോഡി എന്തിലായിരിക്കും? റെസ്റ്റിലായിരിക്കും. ഇനി the word external means external to the system, that means object under observation, interaction with the system has not to be considered. എന്ന് പറഞ്ഞാല് നിങ്ങളൊരു ബസ്സിനകത്ത് കയറിയിരുന്നു, എന്നിട്ട് ബസ്സിനെ പിടിച്ചങ്ങ് തള്ളി, ബസ് മൂവ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താ? നിങ്ങൾ തള്ളിയത് ആ ബസ്സിനെയാണ്. നിങ്ങൾ എവിടെയാ ഉള്ളത്? ബസ്സിനകത്താ ഉള്ളത്. നിങ്ങൾ ഫോഴ്സ് കൊടുത്തത് ബസ്സില്, ഫോഴ്സ് എടുത്തതും ബസ്സെന്ന്. രണ്ടൊരു വസ്തുവിനാകുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല? മോഷൻ ഉണ്ടാവില്ല. പകരം നിങ്ങൾ റോട്ടിൽ ഇറങ്ങി നിന്ന് ബസ്സിൽ തള്ളി. അപ്പൊ ഫോഴ്സ് കൊടുത്തത് ബസ്സിന്, ഫോഴ്സ് എടുത്തത് ഗ്രൗണ്ടിൽ നിന്ന്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും, അതായത് എക്സ്റ്റേണൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് കുട്ടി മനസ്സിലാക്കണം. ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് ബസ്സിനെ തള്ളുക കോമഡിയാണല്ലോ. കാരണം രണ്ടും എന്താണ്? അവിടെ ഇന്റേണൽ ആണത്, അല്ലെ? അതേസമയം പുറത്തിറങ്ങി തള്ളുമ്പോൾ എന്തായി? അത് എക്സ്റ്റേണൽ ആയിട്ട് മാറി. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഫോഴ്സുകളെല്ലാം എന്തായിരിക്കണം? എക്സ്റ്റേണൽ ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ഇന്റേണൽ. അതാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. ഇനി the word net means the resultant of all the forces acting on the system. ഇപ്പൊ നമ്മൾ ഫിസിക്സിൽ പലയിടത്തായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു വാക്കാണ് നെറ്റ് ഫോഴ്സ്. ഓക്കെ, നെറ്റ് ഫോഴ്സ്. അപ്പൊ എന്താ ഈ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ബോഡിയിൽ പല പല ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്തു. അപ്പം ഇടത്തുനിന്ന് വന്നു, വലത്തുനിന്ന് വന്നു. അപ്പൊ നമ്മൾ രണ്ട് ഈക്വൽ ആണെങ്കിൽ ക്യാൻസൽ ആക്കിയില്ലേ? അതെന്തുകൊണ്ടാ? ഇടത്തുനിന്ന് ഇങ്ങോട്ട് പോസിറ്റീവ് ആണെങ്കിൽ വലത്തുനിന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് ആണ്. അങ്ങനെ നമ്മൾ എടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പം ഒരു വെക്ടർ സം ആണ് നമ്മൾ എന്താക്കി എടുക്കേണ്ടത്? നെറ്റ് ആക്കി എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിളിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കണ്ടീഷൻ എടുക്കാം. ഇപ്പൊ ഇതൊരു ബ്ലോക്ക് ആണ്. ഈ ബ്ലോക്കിന്റെ മേലെ ഒരാൾ എന്ത് ചെയ്തതാ? ഇങ്ങനെ നിന്നിട്ട് ദോണ്ട് തള്ളിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇയാളുടെ മേലെ ആക്ട് ചെയ്തിരിക്കുന്ന, ഈ ബ്ലോക്കിന് കിട്ടിയിരിക്കുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ എഴുതും, എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ടു ആക്സലറേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എഫ് നെറ്റ് എത്രയാന്ന് ചോദിച്ചു. പറഞ്ഞു എഫ് നെറ്റ് എന്താണ്? അയാൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് ആണ്. അപ്പൊ ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ആക്സലറേഷൻ. ഇനി ഇതേപോലെ മറ്റൊരു ബ്ലോക്ക് എടുത്തിട്ട് ആ ബ്ലോക്കിന്റെ മേലെ ഒരാള് ഇതോണ്ടേ ഇങ്ങനെ തള്ളി, വേറൊരാൾ എന്താണ് ഇപ്പുറത്ത് നിന്ന് ഇതോണ്ടേ കടന്ന് മരിക്കുന്നു അതിന്റെ മുകളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പൊ ഇയാൾ ഇങ്ങോട്ട് കൊടുത്ത ഫോഴ്സ് F1 ഇയാൾ ഇങ്ങോട്ട് കൊടുത്ത ഫോഴ്സ് F2 ആണെങ്കിൽ എഫ് നെറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? F1 മൈനസ് F2 അല്ലെങ്കിൽ F2 മൈനസ് F1 ആണ്. അത് എന്തുകൊണ്ടാണ് ചോദിച്ചത് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് കുറച്ചും. ഇനി ഇതുകൊണ്ട് കിടക്കുന്ന ഒരു ബ്ലോക്ക് കിടക്കുന്നു. ഈ ബ്ലോക്കിന്റെ മേലെ ഒരുത്തൻ ഇതാ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? ഇതുകൊണ്ടേ മരിച്ചു തള്ളുന്നു. വേറൊരുത്തന് ഇതുകൊണ്ട് ഇവിടെ നിന്നിട്ട് അതിനെ പിടിച്ച് തള്ളുന്നു. ഇപ്പൊ എന്താ ഉണ്ടായത്? ഇവൻ കൊടുക്കുന്ന ഫോഴ്സ് F1, ഇവൻ കൊടുക്കുന്ന ഫോഴ്സ് F2. അപ്പൊ എഫ് നെറ്റ് എത്രയാന്ന് ചോദിച്ചാൽ ഉത്തരം എത്രയാണ്? F1 പ്ലസ് F2 ആയിരിക്കും. കാരണം രണ്ടുപേരും ഒരു ഭാഗത്തേക്കാണ് എന്ത് ചെയ്ത് ബോഡിയെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ബോഡിയിൽ ഒരേ സമയം നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പം റിസൾട്ടന്റ് ഫോഴ്സ് ആയിട്ട് കണക്കാക്കേണ്ടതാണ് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് കുറച്ചിട്ട് പറയണമെന്നോ കൂട്ടിയിട്ട് പറയണമെന്നോ എന്നുള്ളതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കുറയ്ക്കേണ്ടത്, സബ്ട്രാക്ഷൻ എപ്പോഴാണ് നടത്തേണ്ടത്? അവർ ഓപ്പോസിറ്റ് ആയിരിക്കുമ്പോൾ. ഓക്കെ, ആഡ് എപ്പോഴാണ് നടക്കേണ്ടത്? അവർ ഒരു ഭാഗത്തേക്കായിരിക്കും. രണ്ടുപേരും ഒരു ഭാഗത്തേക്ക് കൊടുക്കും, അവിടെ അഡിഷൻ കൊടുക്കും. രണ്ടുപേരും ഓപ്പോസിറ്റ് കൊടുക്കും, നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ഷനും കൊടുക്കും. അപ്പൊ ഇതാണ് നമുക്ക് എവിടുന്ന് പഠിക്കാനുള്ളത്? നമ്മുടെ ഫസ്റ്റ് ലോ എന്ന് പഠിക്കാനുള്ളത്. And look at the last sentence. Inertia means inability of a body to change its state of motion or rest by itself. Hope you got it. അപ്പം ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് ഈ സെന്റൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. എന്താണ് ഇനേർഷ്യ ചോദിക്കും, ടൈപ്സ് ഓഫ് ഇനേർഷ്യ ചോദിക്കും. സോ ബി പ്രിപ്പയർ to explain the first law as well as the law of inertia, similarly the types of inertia. Okay. അപ്പൊ ഇനി നമുക്ക് ഇനേർഷ്യ എന്ന് പറയുന്ന ആ 3 ടൈപ്പ് ഇനേർഷ്യകളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്തായാലും പബ്ലിക് എക്സാമിന് ഉണ്ടാവും. അപ്പൊ കുട്ടികൾ നിർബന്ധമായിട്ടും അത് പഠിച്ചിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ചോദ്യത്തിന് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മാർക്ക് ഉണ്ടാവും. ആ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കാര്യങ്ങൾ പറയേണ്ടത്. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു ഇനേർഷ്യയെ പറ്റി പറയുന്നു. പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ദാറ്റ് ഡിറ്റർമൈൻസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു എ ചേഞ്ച് ഇൻ ഇറ്റ്സ് മോഷൻ ഈസ് ഇറ്റ്സ് മാസ്.
ഞാൻ നേരത്തെ പറഞ്ഞത് എന്ത്? മാസ് ഈസ് ദ മെഷർ ഓഫ് ദി ഇനേർഷ്യ. ഗ്രേറ്റർ ദ മാസ്, greater will be the inertia. So that sentence is mentioned here. And now the next one is, an external force is needed to set the system into motion, but no external force is needed to keep a body moving with the constant velocity. അത് ഞാൻ പറഞ്ഞു, ബോഡിയിൽ നമുക്ക് എന്തില്ല, വെലോസിറ്റിയിൽ മാറ്റം വരുന്നില്ല എങ്കിൽ അവിടെ നമുക്കൊരു ഫോഴ്സ് ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യം, ഒരു ഫോഴ്സ് വേണമെന്ന് പറയണ്ട. അതായത് യൂണിഫോം മോഷനിൽ എന്തില്ല, ഫോഴ്സ് ഇല്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത കേസ് എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ആർ വാലിഡ് ഇൻ എ സെറ്റ് ഓഫ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ദീസ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആർ നോൺ ആസ് ഇനേർഷ്യൽ ഫ്രെയിം. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ന്യൂട്ടന്റെ ഈ കാണുന്ന നിയമം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഒബേ ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിനെ വിളിക്കേണ്ട പേരാണ് എന്ത്? ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. കേട്ടോ, ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഒബേ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. കേട്ടോ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ നിങ്ങൾ ഓർത്തിരിക്കാനുള്ള സൗകര്യത്തിന് അങ്ങനെ പഠിച്ചാൽ മതി. എന്താണ് ഇനേർഷ്യൽ ഫ്രെയിം എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് ഉത്തരം പറയാ, ദ ഫ്രെയിം ഓഫ് റെഫറൻസ് which obey Newton's law of motion. അപ്പൊ ബേസിക്കലി അത്തരം റെഫറൻസ് ഫ്രെയിമുകളുടെ ആക്സലറേഷൻ എത്രയായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ 20 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ഓടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഓടുന്നു, അത് എന്റെ സ്പീഡാ. ഇവിടെ ഗ്രൗണ്ടിന് ഒരു സ്പീഡ് ഉണ്ടെങ്കിൽ ആ 20 എന്ന് പറയുന്നത് എന്ത് സ്പീഡല്ല, എന്റെ സ്പീഡല്ല, അത് റിലേറ്റീവ് സ്പീഡാണ്. അത് മാറി, അത് വേറൊന്നായി. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഗ്രൗണ്ട് റെസ്റ്റിലാണെന്ന് സങ്കല്പിച്ചിട്ട് ഞാൻ ഓടി എന്ന് പറയുമ്പം ആ സ്പീഡ് എന്റേത് മാത്രമായിട്ട് മാറി. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ, അപ്പൊ നിങ്ങൾ ബസ്സിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ ബസ്സിലിരിക്കുക, ബസ് 60 കിലോമീറ്റർ പെർ സ്പീഡ് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ബസ്സിൽ നിങ്ങളുടെ സ്പീഡ് എത്രയാ? സെയിം. എവിടോട്ട് നോക്കുമ്പം? പുറത്തോട്ട് നോക്കുമ്പോ. ബസ്സിനകത്തുള്ള ഒരാളെ നോക്ക്, 0. അപ്പം രണ്ടുപേര്, ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിനകത്തിരിക്കുന്ന മറ്റൊരാള്, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ നിങ്ങൾ പരസ്പരം നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരേ വെലോസിറ്റി പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരസ്പരം നിങ്ങൾക്ക് വെലോസിറ്റി ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല. പുറത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും, യെസ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം, ഫ്രെയിം ഓഫ് റെഫറൻസ്. അതുകൊണ്ട് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ വെലോസിറ്റി ആയിട്ട് പറയണമെങ്കിൽ ഞാൻ ഓടുന്നത് ഏത് ഫ്രെയിമിലാണോ ആ ഫ്രെയിം അവിടെ എന്ത് ചെയ്യണം, അനങ്ങാതിരിക്കണം. അങ്ങനെയാണ് അത് എന്റെ വെലോസിറ്റി. ഫ്രെയിം എന്റെ കൂടെ ഓടിയാൽ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ദ ഫ്രെയിം ഓഫ് റെഫറൻസ് വിച്ച് ഒബേ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ഈസ് കോൾഡ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. അത്തരം കേസുകൾ ആ റെഫറൻസ് ഫ്രെയിമിന്റെ ആക്സലറേഷൻ 0 ആയിരിക്കും. ഇനി ജനറലി we take Earth as inertial frame of reference, but strictly, Earth is not at rest at all, but for all of us having the same speed, so that it is being treated as inertial frame. നാളെ ഭയങ്കരമായിട്ട് ലോജിക് ഒക്കെ വരുമ്പം ചിലപ്പോൾ കുട്ടികൾ ചിന്തിക്കും, അയ്യോ എർത്ത് എങ്ങനെ റെസ്റ്റിലായത്? അല്ല, ശരിയാണ്. പക്ഷെ ഈ എർത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും എർത്ത് കറങ്ങുന്ന സ്പീഡ് ഉള്ളത് കൊണ്ട് തന്നെ ആ സ്പീഡ് കോമൺ ആണ്. അങ്ങനെ എടുത്തിട്ടാണ് നമ്മളത് ഇനേർഷ്യലാക്കി മാറ്റിയത്. കേട്ടോ, ഇനി ഓൾ ഫ്രെയിംസ് ആർ മൂവിങ് യൂണിഫോംലി വിത്ത് റെസ്പെക്ട് ടു ഇനേർഷ്യൽ ഫ്രെയിം ആർ ദംസെൽഫ് ഇനേർഷ്യൽ എന്നാണ് നമ്മൾ എടുക്കാൻ പറ്റും. പിന്നെ വി ടേക്ക് ഓൾ ഫ്രെയിംസ് അറ്റ് റെസ്റ്റ് ഓർ മൂവിങ് യൂണിഫോംലി വിത്ത് റെസ്പെക്ട് ടു എർത്ത് ഈസ് ഇനേർഷ്യൽ ഫ്രെയിം. മറന്നു പോകണ്ട, യൂണിഫോംലി വിത്ത് റെസ്പെക്ട് ടു എർത്ത്, സി ആക്സലറേഷൻ വിൽ ബി 0. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്താക്കുന്നത്, ഇനേർഷ്യൽ. അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ഇവിടെ 3 ചോദ്യങ്ങളായി. 1 ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ചോദിക്കും, 2 ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അത് തന്നെ 3ാമത്തത് എന്താണ്, ടൈപ്സ് ഓഫ് ഇനേർഷ്യ ചോദിക്കും. 4ാമത്തതാണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ inertial frame of reference and non-inertial frame of reference. So be prepared for these 3 questions. There you will get at least one of the questions you will get for the public examination.